മീനു നാളെ എന്റെ വീട്ടിൽ നിന്ന് എത്ര പേര് വരും? അച്ഛനും അമ്മയും പിന്നെ വല്യച്ഛനും വല്യമ്മയും മക്കളും ഉണ്ടാവും. നമുക്ക് സദ്യയൊക്കെ അങ്ങ് ഓർഡർ ചെയ്താ എന്താ? അതൊന്നും ശരിയാവത്തില്ല. അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടാവത്തില്ല. വേണ്ടക്ക് വേണ്ട. നമുക്ക് ഇന്ന് തന്നെ എല്ലാം അരിഞ്ഞു വെച്ചാലോ? അതാവുമ്പോ നാളെ എന്റെ വീട്ടുകാരൊക്കെ വരുമ്പോഴേ നിനക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും. ശാസ്ത്രം ഒരു കൈ തന്നാ നോക്കി ഭൂതം ഭാവി വർത്താനൊക്കെ പറയും. കൈ തന്നില്ലെങ്കിൽ മോഹൻ നോക്കി ഭൂതം ഭാവി വർത്താനം പറയും. ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ് നേരമില്ല. ഓണത്തിനിടയ്ക്ക് ഓരോ ഭൂതങ്ങൾ വർത്താനം പറയാനായിട്ട് വന്നേക്കുന്നത്. ഒരു 5 രൂപ കൊടുത്ത് ഒഴിവാക്കി വിട്. ഓരോരോ തട്ടി. അങ്ങനെ പറയല്ലേ സാർ. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം മുഖശ്രീയുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് മീലോ നൈലോ ചീലോ അല്ലേ? മീനാക്ഷി. ചേച്ചിയുടെ നാള് 3ലോ കേലോ ഠേലോ അല്ലേ? അതെ, തോത്ര വിശാലാക്ഷി, പത്മകേശ്വര വണ്ണിനി, നിത്യ പത്മാലയദേവി, സാബാമധു, സരസ്വതി വിളയാടുന്ന നാവുള്ളവളാണ്. സർവേശ്വര ഇങ്ങോട്ട് വരിക. അച്ഛന്റെ കുടുംബത്തിൽ നിന്നും തിത്വാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? ചിറ്റപ്പൻ ഒരു ചെറ്റയില്ലേ? ചേടാ, നീ ഇതുവരെ ഇയാളെ പറഞ്ഞുവിട്ടില്ലേ? കേട്ടോ, നമ്മുടെ ചിറ്റപ്പൻ ചെറ്റയാണെന്ന് ഇയാള് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് ഈ നാട്ടിൽ ആർക്കറിയാത്തത് നിന്റെ ചിറ്റപ്പൻ ചെറ്റയാണെന്നുള്ളത്? എന്റെ മീനു നിനക്ക് വരെ പണിയൊന്നുമില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിവിടാൻ ഞാൻ പറഞ്ഞതാ. സാറേ, ഞാൻ തെറ്റാമതല്ല. മുഖത്തെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മോഹലക്ഷണ കണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറയും. സാർ ഒരു പൂ അങ്ങോട്ട് വരച്ച് വിചാരിച്ചേ. പൂ അച്ചുവേണ്ട പൂവേ സർവേശ്വര. സാറേ, ഇത്ര പൂ ഇവിടെ കിടന്നിട്ട് എന്തിനാ സാറേ ഷാമ്പു ആലോചിച്ചത്? അമ്പോറ്റിയെ പരീക്ഷിക്കില്ലേ? ഞാൻ വേറൊരു പൂവാണ് മനസ്സിൽ വിചാരിച്ച. അത് പറ. വേറെ പൂവാ? കോളിഫ്ലവർ. സാറേ, ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കുവാണ്. സാർ ഒരു ഏത്തിസ്റ്റ് ആണല്ലേ? ഞാനൊരു ഏത്തിസ്റ്റാണ്. ഇപ്പൊ എന്താ വേണ്ടത്? സാറിന്റെ വണ്ടി ഏതാ റിസ്റ്റ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മാത്രമല്ല, എന്റെ വൈഫും യൂസ് ചെയ്യുന്ന ഈ വണ്ടിയാണ്. എന്താ? അതെ, സാർ ഒരു വേറിട്ട ചിന്താഗതിക്കാരനാണ്. അവിടെ തനിക്ക് തെറ്റി. കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ മികച്ച പെർഫോമൻസും ബെസ്റ്റ് സർവീസും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ചാർജിംഗ് സൗകര്യം ഉള്ളത് കൊണ്ട് എന്നെ പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഏത്തറിസ്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ വ്യത്യസ്ത ചിന്താഗതിക്കാരനാവും. ഞാനും എല്ലാരെ പോലെ അല്ലേ? എന്നാ സാറിനോട് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. സാർ ഈയിടെ വെള്ളത്തിൽ വീണ് മരണത്തോട് മല്ലടിച്ചില്ലേ? ഒരു 2 വർഷം മുന്നേ ചേട്ടൻ ഒന്ന് കിണറ്റി വീണായിരുന്നു. അതിപ്പോ നാട്ടുകാരോട് ചോദിച്ചാലും എനിക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നാ നാട്ടുകാർക്ക് അറിയാത്തൊരു കാര്യം പറയാം. സാറ് മരണത്തോട് മല്ലടിച്ചപ്പോൾ ഒരു തവളയെ വിഴുങ്ങില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. മിണുങ്ങി എനിക്കറിയാം. നിങ്ങൾ വിഴുങ്ങിയ തവള ഒരു സാധാരണ തവളയല്ല. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ദുർമരണപ്പെട്ടുപോയ നിങ്ങളുടെ മുത്തച്ഛൻ ഈ ജന്മത്തിൽ പുനർജനിച്ചത് ഒരു തവളയായിട്ടായിരുന്നു. അത് വസിച്ചത് നിങ്ങളുടെ കിണറ്റിലായിരുന്നു. അദ്ദേഹത്തെയാണ് നിങ്ങൾ മെഴുകിയത്. ഈ ജന്മത്തിലും ദുർമരണം, അതും കൊച്ചുമോന്റെ കൈകൊണ്ട് വാഗുണ്ട്. സർവേശ്വര, ഈ പാപങ്ങൾക്കെല്ലാം നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. നിങ്ങളും നിങ്ങളുടെ സന്തതികളും കൊച്ചുമക്കളും എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? പ്രതിവിധിയുണ്ട്. മൈസൂർ പാലസിന്റെ ബാക്കിലുള്ള ഒരു തവളേശ്വര ക്ഷേത്രത്തിന്റെ കുളത്തിൽ നിങ്ങൾ തവളയോട്ട് നടത്തണം. അത് ഒറ്റയ്ക്ക്. തവളയൂട്ട്? പേക്കറോ തവളകൾക്ക് നം കൊടുക്കണമെന്ന്. വല്ല മൈസൂർ പാക്കോ വല്ലതും കൊടുത്താൽ മതി. സ്വാമി, അത് എപ്പോഴാ ചെയ്യണ്ടേ? മുത്തശ്ശന് വ്യാഴത്തിൽ ശനിയായിരുന്നു. അപ്പം വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച പോവാം. ഈ ഞായറാഴ്ച പോകാൻ പറ്റത്തില്ല. അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാണ് ഇവളുടെ. അത്യുത്തമം, അന്ന് തന്നെ പോകണം. അയ്യോ സ്വാമി, അടുത്ത ഞായറാഴ്ച ഇയാള് ജീവനോടുണ്ടെങ്കിൽ പോവാം. ഈ ഞായറാഴ്ച തന്നെ പോകും. അത് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ചേട്ടൻ ഈ ഞായറാഴ്ച തന്നെ ഒറ്റയ്ക്ക് പോകും. സർവേശ്വര, ഒരു കുടുംബത്തിലെ ദോഷം മാറ്റാൻ വേണ്ടി എന്നെ ഇടനിലക്കാരനാക്കിയതിൽ സന്തോഷം. എല്ലാവരും. അയ്യോ സ്വാമി, പോവല്ലേ. ഞാൻ ദക്ഷിണയോ? ഒരു അക്കം മനസ്സിൽ വിചാരിച്ചേ. 5 × 100 കൊണ്ടുപോത്തക്കം വരും. ലവലേശ്വര. ചില സമയത്ത് നിന്റെ പെർഫോമൻസ് കണ്ട് എനിക്കത് ശരിക്കും പറഞ്ഞോളൂ, നമ്മുടെ കമ്പനിയിൽ ഈ വർഷത്തെ പെർഫോമൻസ് ഞാനല്ല, നീയായിരുന്നു ആവേണ്ടിയിരുന്നത്. ഇനി അമ്മായച്ചന്റെ ഷഷ്ടിപൂർത്തി കുഷ്ടിപൂർത്തി എന്നൊക്കെ പറഞ്ഞോണ്ട് ഹണി സിംഗിന്റെ ഗാനമേളൊക്കെ വരായിരിക്കില്ല കേട്ടോ. ഇനിയിപ്പൊ എന്തോന്ന് ഷഷ്ടിപൂർത്തി? അതൊക്കെ ക്യാൻസൽ. ഞായറാഴ്ച നമ്മളെല്ലാരും ഒരുമിച്ച് ഈ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് ആഫ്രിക്കയിലോട്ട് ഇടയില്ലേ? ദക്ഷിണാഫ്രിക്ക ഇങ്ങോട്ട് തരുക. ഇതെന്താ നോട്ട് മാറി ഫോട്ടോയോ? ഒന്ന് സൂക്ഷിച്ചു നോക്കി. താനിവിടെ കിടന്ന് കാണിച്ച പെർഫോമൻസേ അങ്ങ് ഓഫീസിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഫോട്ടോയുടെ പുറകിൽ എത്തി നോക്കി നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. തനിക്കും കിട്ടിയാനെ പെർഫോമർ ഓഫ് ദി ഇയർ അവാർഡ്. എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ സാറിന് ഹണി സിംഗിനെ കാണാൻ ഒരു ആഗ്രഹം തോന്നിയപ്പോ ഞാനങ്ങ് സഹായിച്ചേ. അത്രേ ഉള്ളോ? 2 പേരോട് അകത്തോട്ട് പോരെ, ഇവിടെ കൊറേ പണിയുണ്ട്. അതൊന്നും പറ്റത്തില്ല. വീട്ടില് മഹാബലി ചോറുണ്ണാൻ പറ്റില്ലേ? താൻ ഇവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാ. ഇവിടെ CCTV ഉള്ളതാ. ആൾമാരുടെ ഞാൻ കേസ് കൊടുക്കും. വേണ്ട ചേച്ചി, പണി എടുക്കാം. ഇതുവരെ ഉള്ളി കഴിഞ്ഞില്ലേ? ഇത് തേങ്ങ പറിക്കാനുള്ളതാ. വേഗം